അദ്ദേഹം എന്താണ് പറഞ്ഞത്? 1921 നിസ്സഹകരണ പ്രക്ഷോഭത്തില് കോൺഗ്രസിന്റെ ധർമ്മഭടന്മാര്, കോൺഗ്രസിന്റെ നേതാക്കള്, 10,000-കണക്കിന് സമര സഖാക്കള് വന്ദേമാതരം പാടിക്കൊണ്ട് ജയിലറകളിലേക്ക് നടന്നു പോയപ്പോൾ RSSന്റെയും BJPയുടെയും ആദർശപരമായ മുൻഗാമികള് അല്ലെങ്കിൽ സംഘപരിവാരത്തിൽപ്പെട്ടവര് അന്ന് അവര് ബ്രിട്ടീഷ് യജമാനന്മാരുടെ പാദസേവ ചെയ്യുകയായിരുന്നു എന്നാണ് മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. അതാണ് ചരിത്രപരമായ സത്യം. BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു ചരിത്രമാണ്. പക്ഷെ മല്ലികാർജുന ഖാർഗെ പറഞ്ഞതാണ് സത്യമായ ചരിത്രം എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ ഡിബേറ്റുകളുടെ ചരിത്രത്തില് അദ്ദേഹത്തിന്റെ ഈ മറുപടി, അതായത് വന്ദേമാതര ഗാനങ്ങളുമായി ജയിലിലേക്ക് നടന്നുപോയ കോൺഗ്രസ് സമരഭടന്മാര്, ഇപ്പുറത്ത് ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്ത RSSകാര്, ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഈ കമ്പാരിസൺ അത് ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു രേഖയായി അവശേഷിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നില് പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, പശ്ചിമ ബംഗാളിൽ താമസിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. വന്ദേമാതരം പശ്ചിമ ബംഗാളിന്റെ സംഭാവനയാണ് ഇന്ത്യക്ക്, ഇന്ത്യയുടെ സംസ്കാരത്തിന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ബംഗാൾ നൽകിയ സംഭാവനയാണ് വന്ദേമാതരം എന്ന് പറയുന്നത്.